ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഞാനിപ്പോ ഒരാളാന്ന് വിചാരിക്കാം. രാത്രി ഇപ്പൊ പുറത്തിറങ്ങി പോയിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. അതെ, പക്ഷെ അതുപോലെ ഒരു പെൺകുട്ടി രാത്രി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ രാത്രി ഇറങ്ങുമ്പോഴേ നാട്ടിൽ പലരും സ്ത്രീകൾക്കും പല പേരും വിളിക്കും. ഞാനിങ്ങനെ ക്രിട്ടിക്കൽ സമയത്ത് പുറത്തെടുക്കുന്നത്. അപ്പൊ അച്ഛനെ നമുക്ക് അങ്ങനെ പറയാലേ? ഇവനൊരൊറ്റ ഇവിടെ പാതിരാത്രി അവിടെ കപ്പ കൃഷിയും വാഴകൃഷിയും എന്നൊക്കെ അവരിങ്ങോട്ട് വെച്ചാൽ നീ എന്ത് പറയാ അവരോട്? അപ്പൊ അച്ഛനെ അതും കുഴപ്പമാണല്ലേ? എടാ മണ്ടത്തരം പറയല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞ് തടി ഊരാന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുവായിരുന്നു. എടാ കമല, നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മളെ ആരും കണ്ടിട്ടില്ല. നമുക്കൊന്നും അറിയാനും പാടില്ല കേട്ടാ. നീ ഇന്ന് രാത്രി എവിടെയായിരുന്നു അവര് ചോദിക്കുകയാണെങ്കിൽ നീ എന്താ പറയാ? അച്ഛന്റെ കൂടെ പറയാം. അല്ല, വീട്ടിൽ കിടന്ന് മൂടി പതച്ച് കിടന്ന് ഉറങ്ങായിരുന്നു വേണം പറയാൻ. അല്ല, ഇനിയിപ്പോ അങ്ങനെ പറയേണ്ട സാഹചര്യം ഒന്നും ഞാൻ ഒരുക്കില്ല. ഇനി എങ്ങാനും പറയേണ്ടി വന്നാ അങ്ങനെ പറയാവൂ കേട്ടാ. പിന്നെ ഞാൻ നമ്മുടെ ആ ഓട്ടോ കടന്നെടുത്ത് നിന്നെ കൊണ്ടുവിടാം കേട്ടോ. ഈ സാധനങ്ങള് മമ്മട്ടി, പിക്കാസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കഴുകി വെച്ചിട്ട് കിടന്നോളണം. ആരെങ്കിലും വന്നെടുത്ത് നോക്കിയ, അങ്ങനെ നോക്കില്ല, ഇനി എങ്ങനെ നോക്കിയ രാത്രി പണിയെടുത്തതിന്റെ ഒരു ലക്ഷണവും അതിൽ കാണാൻ പാടില്ല. ഓക്കെ അച്ഛനെ. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എടാ ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. നീയേ ആ പെങ്കുച്ചിന്റെ സ്വപ്നം കൊണ്ട് ഉറങ്ങ്, നമ്മുടെ ജയശ്രീനെ. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അച്ഛനെ. എന്തായാലും നിനക്കൊരു താങ്ക്സ് ഉണ്ട്. ഈ രാത്രിയിൽ വരാൻ മനസ്സ് കാണിച്ചല്ലോ. അതെന്ത് വർത്തമാനോ ആശാനെ? എന്റെ അച്ഛൻ വിളിച്ച ഞാൻ വരാതിരിക്കുവോ? ഒരല്പം പേടിയൊക്കെ ഉണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. എന്നാലും ആശാനെ കൊലക്കാർ വീഴുന്ന ഉറപ്പാണെങ്കിൽ ശരി, എന്റെ ആശാൻ വിളിച്ച് ഞാൻ വരും. ആശാനത് എന്താന്ന് വെച്ചാലേ, ആശാന് കഴിഞ്ഞ എനിക്ക് ഞാൻ പോലും ഉള്ളൂ. എവിടെയോ പോയി എന്തൊക്കെയോ ഒപ്പിച്ചിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്തതുപോലെ വന്ന് കിടക്കുന്നത് കണ്ടില്ലേ? ഉറങ്ങിയിട്ടൊന്നുമല്ല, ഉറങ്ങിയതായിട്ടുള്ള അഭിനയമാ. ഇപ്പൊ വിളിച്ചാ കാണും ഓസ്കാർ അവാർഡ് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് പോകുന്ന രീതിയിലുള്ള അഭിനയം. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ. വേറെ ആരുമല്ല, ഞാന് ശാലിനി. ഉറക്കപ്പിച്ചായതുകൊണ്ട് മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലേ? അത് എന്ത് മനുഷ്യന് ഉറങ്ങാനും പറ്റില്ല. മതി വിഷ്ണുവേട്ട അഭിനയം. വിഷ്ണുവേട്ടൻ ഈ പാതിരാത്രിയിൽ ആരെ കാണാൻ പോയതാ? ഞാൻ ഇവിടെ പോവാൻ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എവിടെ ഉണ്ടായിരുന്നെന്നാ? ഈ മുറിയിൽ ഉണ്ടായിരുന്നോ? ഈ മുറിയിൽ വിഷ്ണുവേട്ട ഉണ്ടായിരുന്നെങ്കിൽ ഈ രാത്രി ഞാൻ പുറത്തു പോയി അന്വേഷിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അതെന്താന്നറിയോ, രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ ഞാൻ മുകളിലത്തെ അവിടെ പോയിട്ട് കാറ്റുള്ളായിരുന്നു. ഏത് മുകളില്? ടെറസിന്റെ മുകളിലേ. അവിടെ ആവുമ്പോ ഈ കാറ്റ് കൊണ്ടിട്ട് നക്ഷത്രം കണ്ട് കിടക്കാന്ന് വിചാരിച്ചു. ഇപ്പഴാകുമ്പോ പിന്നെ നല്ല തണുത്ത ഇളങ്കാറ്റാണെന്ന് വിചാരിച്ചു. ഈ പറയുന്നത് ഫുൾ പച്ചക്കള്ള. വിഷ്ണുവേട്ടൻ ഈ രാത്രിയിൽ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ടെറസിന്റെ മുകളിലായിരുന്നു വെറുതെ എന്നോട് കള്ളം പറയണ്ട.
അവിടെ ആയിരുന്നെങ്കിൽ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? അതെ, എന്നെ എങ്ങനെ ജോയിൻ ചെയ്യുമ്പോ എനിക്ക് തിരിച്ചു ജോയിൻ ചെയ്തൂടെ? അതെ, ഈ രാത്രി താനവിടെ പോയതാ? ആരെ കാണാൻ പോയതാ പറ. അല്ല, ഞാനിപ്പോ ഒരാളാന്ന് വിചാരിക്കാം. രാത്രി ഇപ്പൊ പുറത്തിറങ്ങി പോയിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. അതെ, പക്ഷെ അതുപോലെയല്ല ഒരു പെൺകുട്ടി രാത്രി ഇറങ്ങി കഴിഞ്ഞാ. പിന്നെ ഇങ്ങനെ രാത്രി ഇറങ്ങുമ്പോഴേ നാട്ടിൽ പലരും സ്ത്രീകൾക്കും പല പേരും വിളിക്കും. അതല്ല, എന്റെ ഭാര്യനെ മറ്റുള്ളവർ മോശം പറയുന്നത് എനിക്ക് ഇഷ്ടല്ല. അതന്നെ. പിന്നെ ശാലിനി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലെ എന്റെ അനുവാദത്തില് രാത്രി പുറത്തിറങ്ങരുത്. പിന്നെ എന്റെ സ്വഭാവം അറിയേ, വെറുതെ മഞ്ചേന്റെ ഉറക്കം കളയാനായിട്ട്. ഞാനിപ്പോ എന്ത് ചോദിച്ചാലും വിഷ്ണുവേട്ടന്റെ പ്രതികരണം ഈ രീതിയിൽ തന്നെയായിരിക്കും. ഒരിക്കലും സത്യം പറയാൻ പോകുന്നില്ല. എന്തായാലും രാത്രിയിൽ എവിടെയൊക്കെയോ പോയിട്ട് വന്നിട്ട് കിടക്കുന്നതാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് എവിടെ പോയതാണെന്ന കാര്യം കണ്ടുപിടിക്കണം. കൂടെ നടന്ന് നിരീക്ഷിച്ച് കണ്ടുപിടിക്കണം. കാരണം അത്രയും സങ്കീർണമാണ് പ്രശ്നങ്ങൾ. വിഷ്ണുവേട്ടൻ പറയുകയും കാണിക്കുകയും ചെയ്യുന്ന അസുഖം പോലും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറയ്ക്കാനുള്ള ഒരു മറയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടുപിടിക്കണം. വിഷ്ണുവേട്ടന്റെ കൂടെ നടന്ന് തന്നെ എല്ലാം കണ്ട് മനസ്സിലാക്കണം. ഇങ്ങോട്ടിറങ്ങണ. കൊണ്ടുപോകാൻ നടക്ക.